നമസ്കാരം. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്ന് വിവരം. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കും. വടകരയിലും നേമത്തും തൃശൂരിലും അടക്കം പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുരംഗത്തില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായൊരു പദവി മുരളിക്ക് നൽകണം എന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത്. റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെ എന്നാണ് നിർദ്ദേശം. മുൻപ് DIC കാലത്ത് ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച് മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതും നിശ്ചയമില്ല. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വിജയിച്ച ചരിത്രമാണ് പിൻബലം. എന്നാൽ തോൽവിയുടെ കാര്യകാരണങ്ങളിൽ പാർട്ടിയിൽ കലാപം ഉയർന്നാൽ സാധ്യത മങ്ങും. ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന. ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. BJP നിയമസഭയിലേക്ക് വിജയപ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലമാണ് പാലക്കാട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു നേതാവ് വേണം മണ്ഡലം നിലനിർത്താൻ എന്നാണ് ചിന്ത. ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന പേരും രാഹുലിന്റേത് തന്നെയാവും. അതേസമയം കണ്ണൂരിൽ കെ സുധാകരന്റെ മിന്നുന്ന വിജയത്തോടെ KPCCയിലെ നേതൃമാറ്റ ചർച്ചകൾക്ക് താൽക്കാലിക വിരാമമായി. 1,08,982 വോട്ടിന് മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തൽക്കാലം കാരണങ്ങളില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ 2 മാസത്തിനകം നടക്കാനിരിക്കെ അതിനിടയിൽ ഒരു മാറ്റം അനവസരത്തിലാകും എന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ഉണർവ് കൈവിട്ട് കളയുന്ന സാഹചര്യം വന്നാൽ നേതൃമാറ്റം എന്ന ആവശ്യം വീണ്ടും ഉയരാം. നേതൃമാറ്റ ചർച്ചകൾ കേരളത്തിൽ വേണ്ടെന്നും ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകും എന്നുമാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ നേതാക്കളെ അറിയിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതിയ നേതൃത്വം എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ ആ ഘട്ടത്തിൽ മാത്രമേ മാറ്റത്തിന് സാധ്യതയുള്ളൂ. മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിലും സുധാകരൻ ഇത്രയും വിയർപ്പൊഴുക്കിയിട്ടില്ല. തോൽക്കുകയോ ഭൂരിപക്ഷം പാടെ കുറയുകയോ ചെയ്താൽ KPCC പ്രസിഡന്റ് പദം കൈവിടും എന്ന ആശങ്കയുണ്ടായിരുന്നു. കേരളത്തിൽ പാർട്ടിയുടെ പ്രകടനം 10 സീറ്റിന് താഴേക്ക് ചുരുങ്ങിയാലും നേതൃമാറ്റത്തിന് മുറവിളി ഉയരുമായിരുന്നു. എന്നാൽ 2 വെല്ലുവിളികളും ഇല്ലാതായി എന്നതാണ് സുധാകരന്റെ ആശ്വാസം. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും മുന്നിലെത്തിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് 2616 വോട്ടിന് മാത്രമാണ് പിന്നിലായത്. KK ശൈലജയുടെ മട്ടന്നൂരിൽ LDFുമായുള്ള വ്യത്യാസം 3034 വോട്ടിന്റേത് മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് ഏറ്റവും അധികം ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ഡലങ്ങളാണ് രണ്ടും. MP ആയിരിക്കെയാണ് ഇതുവരെ KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചത് എന്നതിനാൽ ഇരട്ട പദവി ചൂണ്ടിക്കാട്ടിയും ഒഴിവാക്കാനാകില്ല. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടന പൂർത്തിയാക്കിയതും CUC പ്രവർത്തനവും താഴെത്തട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഗുണം ചെയ്തു. എന്നാൽ തൃശൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ അവിടെ 2 സീറ്റ് നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിച്ചത് ഗൗരവത്തോടെ കാണേണ്ടി വരും. അവിടെ സംഘടനാപരമായ നടപടിയിലേക്കും അഴിച്ചുപണിയിലേക്കും വേഗത്തിൽ കടന്നേക്കും. തൽക്കാലം നേതൃമാറ്റമില്ല എന്ന സൂചന ലഭിച്ചതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുക്കം തുടങ്ങാൻ DCC പ്രസിഡന്റുമാർക്ക് കെ സുധാകരൻ നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർജീവമായിരുന്ന ബൂത്ത് കമ്മിറ്റികൾ കണ്ടെത്തി പുനഃസംഘടിപ്പിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായി CUC രൂപീകരണം പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജില്ലകളിൽ DCC പുനഃസംഘടന എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്കും കടക്കുകയാണ്.